ശാന്തമായ വിസ്പറിംഗ് വുഡ്സ് എന്ന വനത്തിൽ രണ്ട് കുഞ്ഞു നായ്ക്കുട്ടികൾ ബിങ്കോയും ലുലുവും ഓരോ ദിവസവും പുതിയ സാഹസങ്ങൾ തേടി ചുറ്റിത്തിരിഞ്ഞിരുന്നു. അവർക്കെല്ലായ്പ്പോഴും ഒരു ചോദ്യം: ഇന്ന് ഏതു പുതിയ അത്ഭുതം നമുക്ക് കാണാനാകും? ഒരു പകൽ ബിങ്കോ ആവേശത്തോടെ പറഞ്ഞു, ലുലു, നമുക്ക് നമ്മുടെ സ്വന്തം ഡിറ്റക്റ്റീവ് ക്ലബ് തുടങ്ങാമോ? ലുലു വാൽ കുലുക്കി ചിരിച്ചു. വാവ്, പപ്പി ഡിറ്റക്റ്റീവ്സ്, അതൊരു സൂപ്പർ ആശയം! അവർ ഇലകൾ കൊണ്ട് ചെറുതായ ബാഡ്ജുകൾ ഉണ്ടാക്കി കഴുത്തിൽ കെട്ടി. അതേ ദിവസം രാത്രി വനം മുഴുവൻ ഇരുണ്ടു. വഴികൾ പ്രകാശിപ്പിച്ചിരുന്ന ഗ്ലോബെറികൾ അപ്രത്യക്ഷമായി. മൂഷികയായ സ്ക്വീക്കി കരഞ്ഞുകൊണ്ട് ഓടി. അയ്യോ, എല്ലാ ഗ്ലോബെറികളും കാണാനില്ല, ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ബിങ്കോയും ലുലുവും ഒരുമിച്ചു പറഞ്ഞു, ഇതാണ് നമ്മുടെ ആദ്യ കേസ്. പപ്പി ഡിറ്റക്റ്റീവ്സ് നിലത്ത് തെളിഞ്ഞുകിടന്ന ചെറിയ തിളങ്ങുന്ന പാദമുദ്രകൾ പിന്തുടർന്നു. ഇത് പക്ഷിയുടേതല്ല, മുയലിന്റേതുമല്ല, ലുലു ചിന്തിച്ചു. പാദമുദ്രകൾ പിന്തുടർന്ന് പൂക്കളുള്ള പാതയിലൂടെയും ചെറുതോടിൽ കൂടിയും നടന്ന് ഒടുവിൽ ഒരു നീലപ്രകാശമുള്ള ഗുഹയ്ക്ക് മുമ്പിലെത്തി. ബിങ്കോയും ലുലുവും ഗുഹയ്ക്കുള്ളിലേക്ക് ശാന്തമായി നടന്നു. അവിടെ അവർ അമ്പരന്ന് നിന്നു. വലിയ തെളിഞ്ഞ കണ്ണുകളും ലാന്തറിനെപ്പോലെ പ്രകാശിക്കുന്ന വാലുമുള്ള ചെറിയ ജീവി ഗ്ലിമ്മർ ഗ്ലോബെറികൾ വൃത്തമായി നിരത്തിവെക്കുകയായിരുന്നു. ഗ്ലിമ്മർ ഭയപ്പെട്ടു പറഞ്ഞു, ദയവായി, ഞാൻ ആരെയും ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചില്ല. ഞാൻ മോഷ്ടിച്ചതുമല്ല. ഭയപ്പെട്ടപ്പോൾ പ്രകാശമുള്ളവ ഞാൻ ശേഖരിക്കാറുണ്ട്. ലുലു നിഷ്കളങ്കമായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിനക്ക് സഹായം വേണമെന്നായിരുന്നു അല്ലേ? ഗ്ലിമ്മർ തല കുനിച്ചു. എന്റെ വീട്ടിൽ നിന്ന് പ്രകാശം പോയി, ഞാൻ എന്തു ചെയ്യണമെന്നറിയാതെ. ബിങ്കോ പുഞ്ചിരിച്ചു. പറയണ്ട, നമുക്കിത് ഒന്നിച്ചു ശരിയാക്കാം. പപ്പികൾ ചില ഗ്ലോബെറികൾ പുറത്തേക്ക് കൊണ്ടുപോയി വനപാതകളിൽ തിരിച്ചുവെച്ചു. ഗ്ലിമ്മർ തന്റെ പ്രകാശമുള്ള വാൽ കൊണ്ട് വനം മുഴുവൻ തെളിച്ചു. വിസ്മയത്തോടെ വിസ്പറിംഗ് വുഡ്സ് പഴയതിലേറെ മനോഹരമായി പ്രകാശിച്ചു. പപ്പി ഡിറ്റക്റ്റീവ്സിന് നന്ദി, സ്ക്വീക്കി സന്തോഷിച്ചു. ഗ്ലിമ്മറിനും ലുലു കൂട്ടിച്ചേർത്തു. ഗ്ലിമ്മർ മിനുങ്ങി ചോദിച്ചു, ഞാനും നിങ്ങളുടെ ഡിറ്റക്റ്റീവ് ക്ലബ്ബിൽ ചേരാമോ? ബിങ്കോ ചിരിച്ചു പറഞ്ഞു, തീർച്ചയായും, ഒരു ടീമിന് ഒരു തിളങ്ങുന്ന സുഹൃത്ത് വേണം. അങ്ങനെ ബിങ്കോ, ലുലു, ഗ്ലിമ്മർ, ഈ പപ്പി ഡിറ്റക്റ്റീവ്സ് വനത്തിലെ മിസ്റ്ററികൾ കണ്ടെത്തി പ്രകാശവും സൗഹൃദവും നിറച്ച് വിസ്പറിംഗ് വുഡ്സ് തിളക്കമാർന്നതാക്കി.